4000 രൂപയുടെ ഒരു സ്മാർട്ട് വാച്ച് പ്രത്യേകിച്ച് കോളിംഗ് ടെക്നോളജി ഒക്കെ ഉള്ളത് 2500 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കൂല്ലയോ? എന്തായാലും ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചതാണ് നമ്മുടെ നോയ്സിന്റെ കളർഫിറ്റ് ഐക്കൺ 2 2499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനത് വാങ്ങിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ 3999 രൂപ ആയിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 3499 കിട്ടും. അതുകൊണ്ട് തന്നെ നോയ്സിന്റെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ 500 രൂപ നമ്മുടെ പോക്കറ്റിൽ കൊണ്ടിരിക്കും. എന്തായാലും അത് നിങ്ങളുടെ ഡിസിഷനാണ്, അവിടെ നിന്ന് വാങ്ങിക്കണോ അതല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 4000 രൂപയ്ക്കുള്ളിൽ നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്ന് മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് നോയ്സിന്റെ ലോഗോയും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കളർഫിറ്റ് ഐക്കൺ 2 എന്ന് എഴുതിയിട്ടുണ്ട്. പിറകിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. പൊതുവേ നമ്മുടെ നോയ്സിന്റെ സ്മാർട്ട് വാച്ചുകളൊക്കെ നോയ്സ് ഫിറ്റ് ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് മൊബൈലുമായിട്ട് സിങ്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് നോയ്സ്ഫിറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്, ആക്ച്വലി ട്രാക്കും നോയ്സ്ഫിറ്റുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞ ആപ്പ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ ആയിരിക്കും ഇത്. എന്തായാലും ആ ഒരു ട്രാക്കിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് ബ്ലൂ, ഡീപ് വൈൻ, ഗ്രേ, പിങ്ക്, മിഡ് നൈറ്റ് ഗോൾഡ് എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും കിട്ടും. മിഡ് നൈറ്റ് ഗോൾഡ് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമാണ് കണ്ടത്. ഫ്ലിപ്കാർട്ടിൽ അതില്ല കേട്ടോ. ഇനി മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജൂൺ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിക്കുന്നത് 5999 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോഴത്തെ റേറ്റ് നമുക്ക് എവിടെ പോയാലും കാണാൻ സാധിക്കുക. ഇനി ബോക്സ് ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ വി ആർ ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ട് പൊതുവെ നോയ്സിന്റെ ബോക്സിൽ കാണുന്ന ഒരു സംഭവമുണ്ട്. പേപ്പർ നോട്ട്സ് എന്തായാലും ഏറ്റവും അടിയിലായിട്ടാണ് അവർ വെച്ചേക്കുന്നത് കേട്ടോ. എന്തായാലും വാച്ചിന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, കൂടാതെ യൂസർ ഗൈഡും അതുപോലെ തന്നെ ഒരു സ്റ്റിക്കറും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. എന്തായാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. മറ്റുള്ള സ്മാർട്ട് വാച്ചുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനൊരു കാരണം വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് നമ്മുടെ 1.8 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്ക് ഇവിടെ ആക്ച്വലി ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുത്ത് കളഞ്ഞിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റൽ ബോഡിയാണ്. കൂടാതെ വലതുവശത്ത് ഒരു നോയ്സിന്റെ ആ ഒരു ക്രൗണും കൂടാതെ ലോഗോയൊക്കെ അവിടെ ഉണ്ട്. ഏറ്റവും പറയിൽ നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്, അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ആ ഒരു പിറക് ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഹെൽത്ത് സെൻസേഴ്സും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും നോയ്സിന്റെ ലോഗോ ഉണ്ട്. 2 മൈക്ക് കണ്ടോ നമുക്ക് ഇവിടെ കാണാം, കൂടാതെ സ്പീക്കറും ഒക്കെ ഇവിടെ കാണാം. ഇനി സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പാണ്. അവിടെയും വേറെ ഒരു സംശയവും ഇല്ല. 22mm ആണ് കേട്ടോ സ്ട്രാപ്പ് സൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കളർ വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ഏത് കളർ വേണമെങ്കിലും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ഇതിലോട്ട് യൂസ് ചെയ്യാം. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഏതാണെങ്കിലും നമുക്ക് ആ ഒരു കോമ്പിനേഷൻ ഒക്കെ നന്നായിട്ട് സ്യൂട്ട് ആവും. പിന്നെ ആ ഒരു ബക്കിൾസിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റൽ ബക്കിൾസോട് കൂടിയിട്ടാണ്. നോയ്സിന്റെ ലോഗോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു സ്റ്റാപ്പിൽ കണ്ട നോയ്സിന്റെ ലോഗോ ഒക്കെ ഉണ്ട്. ഇനി വാച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ മറ്റുള്ള സ്മാർട്ട് വാച്ചുകളെ പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു നോയ്സ് ട്രാക്ക് ആപ്പുമായിട്ട് നമ്മൾ സിങ്ക് ചെയ്യേണ്ടി വരും മിക്കവാറും ആദ്യം തന്നെ. അപ്പോൾ നോയ്സിന്റെ ലോഗോ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നോയ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ വന്നിട്ടുണ്ട് ഡൗൺലോഡ് ദ നോയ്സ് ട്രാക്ക് ആപ്പ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആക്ച്വലി ഒരു നോയ്സ്ഫിറ്റ് ട്രാക്ക് ആപ്പിനകത്ത് കയറുമ്പോൾ തന്നെ 2 ആഡ് ഉണ്ട്. അതിൽ നമ്മൾ ഞെക്കുമ്പോൾ തന്നെ കണ്ട നോയ്സിന്റെ ഐക്കൺ 2 അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. പെയറിംഗ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ട്രാക്ക് ആപ്പുമായിട്ട് സ്മാർട്ട് വാച്ച് സിങ്ക് ആയിട്ടുണ്ട്. സിങ്ക് ആകുമ്പോൾ തന്നെ മൊബൈൽ ഫോണിലെ സമയവും ഡേറ്റും ഒക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. കൂടാതെ ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ഫസ്റ്റ് വാച്ച് ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തായാലും ഈ ഒരു വാച്ച് ഫേസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 5 വാച്ച് ഫേസസ് കാണാം. അറ്റ് എ ടൈം നമുക്ക് 6 എണ്ണം മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100-ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ഇവരുടെ ട്രാക്ക് ആപ്പിൽ പോയിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും അതൊക്കെ തന്നെ ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ഡിസ്പ്ലേയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.8 ഇഞ്ച് LCD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. അത്യാവശ്യം നല്ല വലിയ സൈസ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ 240x280 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. അതുപോലെ തന്നെ 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്ത കളർഫിറ്റ് പൾസ് 2 എന്ന് പറയുന്നത് 550 നിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് 500 ഉള്ളൂ. എന്നാൽ പോലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സണ്ണി ഡേയ്സിലൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബ്രൈറ്റ്നസ് നമ്മളൊരു 500 നിറ്റ്സിലൊക്കെ ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും ബാറ്ററി പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആവും. സോ നമ്മളൊരു 20 to 40% ബ്രൈറ്റ്നസ് ഇടുക. പിന്നെ സണ്ണി ഡേയ്സിലാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ, അത് വേറെ കാര്യം. ഇനി എന്തായാലും യൂസറിന്റെ ഫേസിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെയാണ് നോട്ടിഫിക്കേഷൻ. ട്രാക്ക് ആപ്പിൽ പോയിട്ട് നമ്മൾ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഇവിടെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ക്വിക്ക് ഐക്കൺസ് ആണ്. ഡു നോട്ട് ഡിസ്റ്റർബ്, ബ്രൈറ്റ്നസ്, ഫൈൻഡ് മൈ ഫോൺ, സെറ്റിംഗ്സ്, ഫ്ലാഷ്, അലാം. കൂടാതെ ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും സമയവും ബാറ്ററി ലെവലും കാണിക്കും. ഇനി ഇടതുനിന്ന്
റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ ആക്ടിവിറ്റി ഉണ്ട്, സ്ലീപ്പ് ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, SpO2 ഉണ്ട്, വെതർ ഉണ്ട്, കൂടാതെ വാച്ച് ഫേസിലേക്ക് വീണ്ടും വന്നു. വലതുനിന്ന് ഇടതിലേക്ക് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത്. മെയിൻ മെനുവിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് നോയ്സ് ഹെൽത്ത് ആണ്, ആക്ടിവിറ്റി, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ, ഇതൊക്കെ തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്യാം. സോ അത് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇനി സ്പോർട്സിലേക്ക് വരുവാണെങ്കിൽ 60ൽ പരം സ്പോർട്സ് മോഡ് നമുക്ക് ഇതിനകത്തുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കുറച്ച് സ്പോർട്ട് മോഡ്സ് ആണ് കാണാൻ പറ്റുക. ഇനി നിങ്ങൾ ഇതിൽ ചെയ്യുന്നതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ വന്നിട്ട് ഈ ഒരു പ്ലസ് ബട്ടൺ ഞെക്കുവാണെങ്കിൽ ഇവിടെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് അതിലേക്ക് പോയിട്ട് ചെയ്യുക. ഇതിൽ നമുക്കിവിടെ ഈ ഒരു വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട് ഇതിൽ ആക്ച്വലി ഡൈവിങ്ങിന്റെ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം വെള്ളത്തിന്റെ മുകളിൽ കിടന്ന് കളിക്കുന്ന സാധനങ്ങളാണ് ഇതിലുള്ളത്. അതിനൊക്കെ ഓക്കെ, നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ IP67 വാട്ടർ പ്രൂഫ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഡൈവിങ്ങിനോ സ്വിമ്മിങ്ങിനോ പോകുമ്പോഴത്തേക്ക് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് കുറച്ച് നല്ലത്. വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. ഇനി മെസ്സേജ് ഉണ്ട്, അതുപോലെ തന്നെ നോയ്സ് ബസ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. സോ നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ റീസെന്റ് കോൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഡയൽ ചെയ്തിട്ട് ആരെയാണോ അങ്ങോട്ട് അവരെ വിളിക്കാൻ പറ്റും. കോൺടാക്ട്സ് ട്രാക്ക് ആപ്പിൽ പോയിട്ട് നമുക്കൊരു 8 കോൺടാക്ട്സ് അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേക്ക്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു കോൺടാക്റ്റിലേക്ക് കൊണ്ടുവരാം. എല്ലാവരെയും പറ്റത്തില്ല, ഒരു 8 വരെ മാത്രം. കൂടാതെ വെതർ, അതുപോലെ തന്നെ ക്യാമറ കാണാം, മ്യൂസിക്, ക്ലോക്ക്, ബ്രത്ത്, AI വോയിസ്, ഗെയിം, സെറ്റിംഗ്സ്. AI വോയിസ് അസിസ്റ്റന്റ് ആക്ച്വലി നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്നുള്ള എല്ലാ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള എല്ലാ സ്മാർട്ട് വാച്ചുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഡ്രിഫ്റ്റും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുവാണെങ്കിൽ അതിന്റെ ആൻസർ പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഇന്റർണൽ സ്പീക്കർ വഴിയാണ്, ഇതിന്റെ വഴിയല്ല. കൂടാതെ ഗെയിംസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് 2 ഗെയിം ഉണ്ട്. നിങ്ങളിപ്പോൾ ഭയങ്കര സ്ട്രെസ് ആണെങ്കിൽ ഈ ഒരു ഗെയിം ഒക്കെ കളിച്ച് നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം. ഇനി സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം വാച്ച് ഫേസ് കാണാം, കൂടാതെ വൈബ്രേഷൻ ആൻഡ് റിംഗ്. ഇവിടെ മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്, റിംഗ് ഓപ്ഷൻ ഉണ്ട്, റിംഗ് ആൻഡ് വൈബ്രേഷൻ ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. ഈ ഒരു വൈബ്രേഷന്റെ ഇന്റൻസിറ്റി ആക്ച്വലി നമുക്ക് ഒരു ഡ്രിഫ്റ്റിലും കണ്ടില്ലായിരുന്നു, ഇതിലേക്കും കണ്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണോ ഇതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഇന്റൻസിറ്റി, ആ ഒരു ഇന്റൻസിറ്റി തന്നെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടും. എന്നാലും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഇപ്പോൾ 3 ഘട്ടം കണ്ടോ, ഇപ്പോൾ 1, 2, 3 അങ്ങനെ 3 ലെവലിലായിട്ടാണ് വരുന്നത്. കൂടാതെ എബൌട്ട്, പവർ ഓഫ്, റീസെറ്റ്, റീസ്റ്റാർട്ട്, ഫൈൻഡ് ഫോൺ, ആപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് ഒരു UIയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ വാച്ചിന്റെ സെൻസേഴ്സ് ഒക്കെ വർക്ക് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം HR ഒന്ന് ട്രൈ ചെയ്യാം. റീഡിംഗ് ആണ്, ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ 92 BPM അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടേബിളിന്റെ മുകളിൽ വെച്ചപ്പോഴത്തേക്ക് 90 മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് കണ്ട വെയർ വാച്ച് പ്രോപ്പർലി ആൻഡ് ട്രൈ അഗൈൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലേക്ക് അത് കെട്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കാണാം റീഡിംഗ് ആണ് 84, 82ലേക്ക് വന്നിട്ടുണ്ട്, 80ലേക്ക് വന്നിട്ടുണ്ട്, 81ലേക്ക് വീണ്ടും പോയി, 83, 85, 86, 75ലേക്ക് വന്നിട്ടുണ്ട്. മാക്സിമം 96ഉം മിനിമം എന്ന് പറഞ്ഞത് 75ഉം ആണ്. ഇനി നമ്മുടെ SpO2 നോക്കാം. 99ലേക്ക് വന്നിട്ടുണ്ട്, 97 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 99% SpO2 ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് 97 ആയിരുന്നു. എന്തായാലും നമ്മൾ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കാണിക്കുന്ന മെഷർമെന്റ്സ് എല്ലാം തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക, അല്ലാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിച്ചിട്ട് ഇതൊക്കെ നോക്കുക. ഇനി നമ്മുടെ നോയ്സ്ഫിറ്റ് ട്രാക്ക് ആപ്പിൽ എന്തൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കുള്ള ഇന്റർഫേസ് ഇതാണ് കേട്ടോ. അതിനകത്ത് സ്റ്റെപ്പ് എത്ര നടന്നു, അതുപോലെ തന്നെ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, ഔട്ട്ഡോർ റണ്ണിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേൽ നോക്കുവാണെങ്കിൽ അവിടെയാണ് നോയ്സ് ഐക്കൺ 2 എന്നും അതുപോലെ തന്നെ കണക്റ്റഡ് ആണെന്ന് ചെയ്തിട്ടുണ്ട്. 87% ബാറ്ററി ഉണ്ടെന്ന് ചെയ്തിട്ടുണ്ട്. അൺപെയർ ആണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വാച്ച് ഫേസസിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 6 എണ്ണം നമുക്ക് അറ്റ് എ ടൈം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കൂടാതെ 100ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ഇതിനകത്തുണ്ട്. അത് ജസ്റ്റ് മോർ വാച്ച് ഫേസസ് കൊടുക്കുവാണെങ്കിൽ ഇവിടെ അങ്ങോട്ട് ലോഡായി വരും. കണ്ടോ, ഇവിടെ ആക്ച്വലി നമ്മുടെ ബോൾട്ട് ഡ്രിഫ്റ്റിലെ കണ്ട പോലെയാണ് 100 എണ്ണവും ഇതുപോലെ അങ്ങോട്ട് കൊടുത്തേക്കുവാണ്. അല്ലാണ്ട് നോയ്സ് ഫിറ്റ് ആപ്പിൽ നമ്മൾ കാണുന്ന പോലെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല കേട്ടോ. അത് ഈ ഒരു ആപ്പിന്റെ പ്രത്യേകതയാണ്. കാരണം ഇത് കുറച്ച് ലൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റിൽ കൊടുത്തതിന് ശേഷം സെലക്ട് പിക്ചർ കൊടുക്കുക. നമ്മുടെ ഫോണിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക. ടൈം പൊസിഷനും എബൌട്ട് ടൈമും ബിലോ ടൈമും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതൊക്കെ കൊടുത്തിട്ട് കണ്ടോ, ഫോൺ കളറും അതും ഇതൊക്കെ കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വാച്ച് ഫേസും നമ്മുടെ വാച്ചിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടെ വന്നിട്ട് ഇനേബിൾ ചെയ്താൽ മാത്രമേ ഈ ഒരു വാച്ചിൽ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ വാട്സപ്പ് വന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിന് അതിനുശേഷമുള്ള മെസ്സേജുകളൊക്കെ ഇതിനകത്ത് കാണിക്കാം. പക്ഷേ കോളിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അലാംസ് ഉണ്ട്, ഷട്ടർ ഉണ്ട്, ഫേവറേറ്റ് കോൺടാക്ട്സ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ആ ഒരു 8 കോൺടാക്ട് നമ്മൾ ഇതിൽ അഡപ്പ് ചെയ്യേണ്ടത്. അതേസിലേക്ക് പോവുകയാണെങ്കിൽ ഫൈൻ ഡിവൈസ് ഉണ്ട്, ടൈം ഫോർമാറ്റ്, യൂണിറ്റ് സിസ്റ്റം, ഡു നോട്ട് ഡിസ്റ്റർബ്, റിമൈൻഡേഴ്സ് ടു മൂവ്, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ, അതായത് 24 hours ഹാർട്ട് റേറ്റ് ആണ് കേട്ടോ അത്. കൺട്രോൾ ഫോൺ മ്യൂസിക്, ലാംഗ്വേജ്, സ്ക്രീൻ ടൈം ഔട്ട്. സ്ക്രീൻ ടൈം ഔട്ട് ആക്ച്വലി നമ്മുടെ
UAE ഇല്ല, നമ്മുടെ ഫോണിൽ വന്നിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട്. റീസെറ്റ് ഉണ്ട്, ക്വിക്ക് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ വാലിഡ് പീരീഡ്, വെതർ, ടെമ്പറേച്ചർ, സിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഒരു അത്തറിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ അപ്ഗ്രേഡ് ഉണ്ട്, നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്, ആക്ച്വലി ഇപ്പോൾ അപ് ടു ഡേറ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടാബിൽ പോവുകയാണെങ്കിൽ പ്രൊഫൈല്, ഗോൾ, എബൌട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ട്രാക്ക് ആപ്പിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഇത് ഇത്രയും വോളിയത്തിലാണ് നമ്മുടെ ഫോണിൽ ഒരു കോൾ വരുവാണെങ്കിൽ കേൾക്കാൻ പറ്റുക. അപ്പോൾ കണ്ട, നമുക്ക് ഒന്ന് ഈ കോൾ എടുക്കാം, അതുപോലെ കട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം. ഇപ്പം ഞാൻ കോൾ എടുക്കുവാണെങ്കിൽ ഇതേ കണ്ട, ഇവിടെ മ്യൂട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ സ്പീക്കറിലാക്കാം, കട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ആ ഒരു കോളിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോയ്സ് കളർഫിറ്റ് ഐക്കൺ 2ന്റെ മൈക്കിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു ക്വാളിറ്റിയാണ്. ഞാൻ ആക്ച്വലി എന്റെ വായുടെ അടുത്ത് വെച്ചേക്കുവാണ് വാച്ച്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോർമലി കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് എത്ര ദൂരം വെച്ചേക്കും ആ ഒരു രീതിയിലാണ്, കുറച്ചും കൂടെ താഴേക്കാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് എന്നുള്ള മൈ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ട്, അതെല്ലാം നമ്മുടെ വായനടുത്തേക്ക് വെക്കുമ്പോഴത്തേക്കുള്ള മൈ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ട്. ഒരു കോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എങ്ങനെയായിരിക്കും കേൾക്കുക, അതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. 260 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ടിപ്പിക്കൽ യൂസേജ് ആണെങ്കിൽ 4 ദിവസവും, കൂടാതെ സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞ 15 ദിവസവും 100% ചാർജ് ആകാനായിട്ട് 2 മണിക്കൂറൊക്കെ കമ്പനി പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു 260 mAh എന്ന് പറയുന്നത് ഒത്തിരി കുറവാണ് നമ്മൾ മറ്റുള്ള വാച്ചുകളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക്. കളർഫിറ്റ് പൾസ് 2 പോലും ആക്ച്വലി നമുക്ക് 7 ദിവസം കിട്ടുമായിരുന്നു, ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് 4 ദിവസമേ ഉള്ളൂ. മടിയന്മാരാണ്, ഈ ഒരു ചാർജ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമേ ഇല്ലെങ്കിൽ, അതായത് ചാർജ് ചെയ്യുന്നത് ഡെയിലി നിങ്ങൾ ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് അടുത്ത ദിവസം ഇത് കെട്ടിക്കൊണ്ട് പോകുന്നവരാണെങ്കിൽ ആ ഒരു പ്രശ്നമേ വരുന്നില്ല. സോ ആ ഒരു കാര്യം ഈ ഒരു വാച്ച് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 4 ദിവസം മാത്രമേ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ബോൾട്ട് ഡ്രിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഡ്രിഫ്റ്റിനകത്ത് ആക്ച്വലി നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഓഡിയോ, അതല്ല മൂവീസ്, ഇനി അതല്ല നമ്മൾ മ്യൂസിക് കേട്ടാൽ പോലും അതൊക്കെ തന്നെ നമ്മുടെ വാച്ചിന്റെ സ്പീക്കറിലൂടെയാണ് കേൾക്കാൻ പറ്റുക. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും തന്നെയില്ല. കോള് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൽ കൂടെ കേൾക്കാൻ പറ്റുന്നത്. അതർവൈസ് മറ്റുള്ളത് നമ്മളെ വാച്ച് കണക്റ്റഡ് ആണെങ്കിൽ പോലും എന്താ പറയുക, ഈ ഒരു മൊബൈലിൽ തന്നെയാണ് വാട്സപ്പ് ഓഡിയോയും യൂട്യൂബിന്റെ വീഡിയോയും അതുപോലെ തന്നെ മ്യൂസിക് കേട്ടാൽ അതും എല്ലാം തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുക. അപ്പോൾ അത് എന്തായാലും എനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. എന്തായാലും മറ്റുള്ള സ്മാർട്ട് വാച്ചുകളിൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ആകെ അൺബോക്സ് ചെയ്തിട്ടുള്ളത് 2 പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ബോൾട്ട് ഡ്രിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്തത്. പിന്നെ ഞാൻ ബോൾട്ട് ഡ്രിഫ്റ്റിൽ ഞാൻ പറഞ്ഞൊരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്രാക്കിംഗ് സൗണ്ട് സ്പീക്കറിന് വരുന്നത്. സത്യം പറഞ്ഞാൽ അത് ഇതിലും ഉണ്ട് കേട്ടോ, പക്ഷേ ഭയങ്കര സൗണ്ട് അല്ലെന്നേ ഉള്ളൂ. മറ്റേതിനകത്ത് കുറച്ച് സൗണ്ട് കൂടുതലായിരുന്നെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ക്രാക്കിംഗ് സൗണ്ട് ഉണ്ട്, പക്ഷേ ഭയങ്കര സൗണ്ട് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ചെവിയുടെ അടുത്തേക്ക് വെക്കുമ്പോഴാണ് ആ ഒരു ക്രാക്കിംഗ് സൗണ്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ചുകളിലൊക്കെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് ഉള്ളതാണ്. 4000 രൂപയ്ക്കുള്ളിൽ നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ, നിങ്ങൾക്കൊരു നോയ്സിന്റെ ഒരു കോളിംഗ് സ്മാർട്ട് വാച്ച് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നേ കുഴപ്പമില്ല. പക്ഷേ ബാറ്ററി എന്ന് പറഞ്ഞ സാധനം 4 ദിവസമേ ഉള്ളൂ. അതൊരു ഡ്രോബാക്ക് ആണ്, അത് മനസ്സിൽ വെച്ചിട്ട് പോവുക. പക്ഷേ ഡിസ്പ്ലേയുടെ കാര്യമാണെങ്കിലും ബ്രൈറ്റ്നസിന്റെ കാര്യമാണെങ്കിലും ഒരു പ്രശ്നമില്ല, നല്ല രസമുണ്ട്, സാച്ചുറേറ്റഡ് ആണ്. AMOLED ഡിസ്പ്ലേ ഒക്കെ പോലെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കൊക്കെ തോന്നും, പക്ഷേ അതല്ല, നമ്മുടെ നോർമൽ ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ഉള്ള ഇനി വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റേഞ്ചിൽ ഒന്നും കിട്ടാനും പോകുന്നില്ല. 2500 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ണും പൂട്ടി വാങ്ങിക്കാം. പക്ഷേ 4000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണ്ടി മാത്രം വാങ്ങിക്കുക. ആ ഒരു ബാറ്ററി ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതും ആ ഒരു പ്രശ്നമില്ല, 4000 രൂപയ്ക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നോയ്സ് കളർഫിറ്റ് ഐക്കൺ 2നെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട് ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.